യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ 15ാമത്തെ വീഡിയോ ആണ് ഇത്. ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും, സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഒരു കാലത്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും തന്നെ നിലനിന്നിരുന്നത് രാജഭരണം ആയിരുന്നു. രാജാവ് ആണ് ഒരു രാജ്യത്തെ പരമാധികാരി എന്ന് പറയുന്നത്. രാജാവിന്റെ നടപടികളെ സാധാരണഗതിയിൽ ആരും ചോദ്യം ചെയ്യാൻ മുതിരില്ല. ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അയാള് ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് കരുതുക. അതിനുശേഷം ആ തെറ്റിനെക്കുറിച്ച് അയാള് അനുതപിച്ചു, രാജാവിനോട് പോയി മാപ്പ് ചോദിച്ചു. വേണമെങ്കിൽ രാജാവിന് അയാളെ ശിക്ഷിക്കാതെ നിരുപാധികം മാപ്പ് നൽകി പറഞ്ഞയക്കാം. രാജാവ് ഇങ്ങനെ ചെയ്താലും ആരും അതിനെ ചോദ്യം ചെയ്യാൻ മുതിരില്ല. ഇനി നമുക്കറിയാം, അസ്തിത്വമുള്ള സകലതിന്റെയും മേലും പരമാധികാരം ദൈവത്തിനാണ്. ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്തു, അയാള് ആ തെറ്റിനെക്കുറിച്ച് അനുതപിച്ചു, ദൈവത്തോട് പോയി ക്ഷമ ചോദിച്ചു. ദൈവത്തിന് വേണമെങ്കിൽ അയാളെ ശിക്ഷിക്കാതെ അയാൾക്ക് നിരുപാധികം മാപ്പ് നൽകാമല്ലോ എന്ന് പലരും ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിലേക്ക്, അതായത് ക്രിസ്ത്യൻ തിയോളജിയിലേക്ക് വരുമ്പോൾ ഇത് പറ്റത്തില്ല. ഒരാളുടെ പാപം ക്ഷമിക്കപ്പെടണമെങ്കിൽ ക്രിസ്തു അയാൾക്ക് വേണ്ടി കാൽവരിയിൽ പരിഹാരം ചെയ്യണം. എന്നാൽ എന്തുകൊണ്ട് ദൈവത്തിന് പശ്ചാത്തപിക്കുന്ന പാപിയുടെ തെറ്റ് നിരുപാധികം ക്ഷമിച്ചുകൂടാ? എന്തിന് അയാളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമെങ്കിൽ ക്രിസ്തു കാൽവരിയിൽ അതിനുവേണ്ടി പരിഹാരബലി അർപ്പിക്കണം എന്ന് ദൈവം നിർബന്ധം പിടിക്കുന്നു? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത്. ഈ ടോക്കിന്റെ കാതലായ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അനന്തത അഥവാ ഇൻഫിനിറ്റി എന്ന ആശയം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, അനുദിന ജീവിതത്തിൽ നമ്മൾ എണ്ണുവാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ 1, 2, 3, 4 ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. ഈ സംഖ്യകളെ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ കൗണ്ടിംഗ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? ഉത്തരം വളരെ ലളിതം, 1. ഇനി ഒരു അക്കം, അതായത് 1 ഡിജിറ്റ് മാത്രമുള്ള സംഖ്യകളുടെ കാര്യം പരിഗണിക്കുക. ഈ എണ്ണൽ സംഖ്യകളിൽ ഏറ്റവും വലുത് ഏതാണ്? അതിന്റെ ഉത്തരം ലളിതമാണ്, 9. ഇനി നമ്മൾ 2 അക്കമുള്ള എണ്ണൽ സംഖ്യകളുടെ കാര്യം പരിഗണിച്ചാൽ ഏറ്റവും വലുത് ഏതാണ്? 99. ഇനി അക്കം എത്ര വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അതൊരു പ്രശ്നമല്ല. ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം നൽകും? മാത്തമെറ്റിക്സില് ഏറ്റവും വലിയ സംഖ്യയെ നമ്മൾ സൂചിപ്പിക്കുന്നത് അനന്തത അഥവാ ഇൻഫിനിറ്റി എന്ന പദം ഉപയോഗിച്ചാണ്. അനന്തത അല്ലെങ്കിൽ ഇൻഫിനിറ്റിയാണ് ഏറ്റവും വലിയ സംഖ്യ. നമ്മൾ ഒരു +2 കോളേജ് ലെവലിലൊക്കെയുള്ള മാത്തമെറ്റിക്സിലേക്ക് വരുമ്പോൾ ഈ ഇൻഫിനിറ്റി ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ കണക്കുകൾ, പ്രോബ്ലങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇൻഫിനിറ്റി അല്ലെങ്കിൽ അനന്തത അല്ലാത്ത സംഖ്യകളെയെല്ലാം നമ്മൾ പരിമിത സംഖ്യകൾ അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇൻഫിനിറ്റി അല്ലെങ്കിൽ അനന്തത എന്താണ് എന്നുള്ള കാര്യം ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ ഒരു റോഡിന്റെ ഒരറ്റത്ത് നിൽക്കുകയാണ്. റോഡ് ഇങ്ങനെ മുന്നോട്ട് കിടക്കുന്നു, കയറ്റവും ഇറക്കവുമില്ല, വളവും പുളവുമില്ല. നിങ്ങൾ ഈ റോഡിന്റെ ഒരറ്റത്ത് നിന്ന് മുന്നോട്ട് നടക്കുവാൻ തുടങ്ങി. 10 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ റോഡിന്റെ മറ്റേ അറ്റത്ത് എത്തി. അങ്ങനെയെങ്കിൽ റോഡിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? ഉത്തരം ലളിതം, 10 കിലോമീറ്റർ. ഇനി നിങ്ങൾക്ക് മരണമില്ല എന്ന് ചിന്തിച്ചു കൊള്ളുക. ഭൂമി ഉരുണ്ടതാണെന്ന് തൽക്കാലം കരുതേണ്ട ആവശ്യമില്ല.
നിങ്ങൾ ഒരു റോഡിന്റെ ഒരറ്റത്ത് നിൽക്കുകയാണ്. റോഡ് മുന്നോട്ട് കിടക്കുന്നു. കയറ്റവും ഇറക്കവുമില്ല, വളവും പുളവുമില്ല. നിങ്ങൾ ഈ റോഡിന്റെ ഒരറ്റത്ത് നിന്ന് മുന്നോട്ട് നടക്കുവാൻ ആരംഭിച്ചു. പക്ഷേ എത്ര കാലം നടന്നാലും റോഡിന്റെ മറ്റേ അറ്റത്ത് എത്തുന്നില്ല. റോഡ് ഇങ്ങനെ നോക്കെത്താത്ത ദൂരത്തോളം മുന്നോട്ട് കിടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ റോഡിന്റെ നീളമാണ് അനന്തത അഥവാ ഇൻഫിനിറ്റി. നിങ്ങൾക്ക് മരണമില്ലെന്ന് വീണ്ടും ചിന്തിച്ചുകൊള്ളുക. ഒന്നിൽ നിന്ന് ആരംഭിച്ച് ഒന്ന് വീതം കൂട്ടിക്കൂട്ടി നിങ്ങൾ എണ്ണാൻ ആരംഭിച്ചു. എത്ര കാലം ഇരുന്നെണ്ണിയാലും നിങ്ങൾ അനന്തതയിൽ അഥവാ ഇൻഫിനിറ്റിയിൽ എത്തത്തില്ല. ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ കൂടുതൽ കൂടുതൽ വലിയ എണ്ണൽ സംഖ്യകളിൽ അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പേഴ്സ്, പരിമിത സംഖ്യകളിൽ എത്തും എന്ന് മാത്രം. അപ്പോൾ ഈ ഇൻഫിനിറ്റി അല്ലെങ്കിൽ അനന്തത എന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ലഭിച്ചു എന്ന് കരുതുന്നു. നമ്മുടെ കത്തോലിക്ക വൈദികര് മേജർ സെമിനാരിയിൽ പഠിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഫിലോസഫിയും തിയോളജിയും. ഈ തിയോളജിയിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നത് ബൈബിളും ദൈവവചനവും ഒക്കെ വെച്ചാണ്. ഇനി ഫിലോസഫിയിലും നമുക്ക് ദൈവത്തെക്കുറിച്ച് പഠിക്കാം. ഫിലോസഫിയിലെ ഒരു മേജർ തീം, ഒരു മുഖ്യ പ്രമേയം എന്ന് പറയുന്നത് തന്നെ ദൈവമാണ്. ഈ ഫിലോസഫിയിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നത് യുക്തിചിന്ത അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ് ഉപയോഗിച്ചാണ്. ശരിയായ രീതിയിൽ നമ്മൾ ഫിലോസഫിയിൽ ദൈവത്തെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്: ദൈവം ഒരു നെസസറി ബീയിങ് അല്ലെങ്കിൽ അവശ്യ അസ്തിത്വം ആണ്. ഒരു നെസസറി ബീയിങ്ങിന്റെ എല്ലാ ഗുണങ്ങളും അനന്തം, അതായത് ഇൻഫിനിറ്റ് ആയിരിക്കും. അതായത് ഫിലോസഫിയിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്: ദൈവത്തിന്റെ ഓരോ ഗുണവും അനന്തം, അതായത് ഇൻഫിനിറ്റ് ആയിരിക്കും. അതായത് ദൈവത്തിന്റെ ഓരോ ഗുണത്തിന്റെയും അളവ് എന്ന് പറയുന്നത് അനന്തം ആയിരിക്കും. ഇത് ദൈവത്തിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ്. മാലാഖമാർക്ക് ഈ സവിശേഷതയില്ല. അവരുടെ ഗുണങ്ങൾ പരിമിതം, അതായത് ഫൈനൈറ്റ് ആയിരിക്കും. നമുക്ക് ആദ്യം തന്നെ ബുദ്ധിശക്തിയുടെ കാര്യം, ഇന്റലക്ച്വൽ പവറിന്റെ കാര്യം പരിഗണിക്കാം. സാധാരണഗതിയിൽ നമ്മൾ മനുഷ്യരുടെ ബുദ്ധിശക്തി പറയുന്നത് ഐക്യു എന്ന ടേം, സംജ്ഞ ഉപയോഗിച്ചാണ്. സാധാരണ മനുഷ്യരുടെ ഐക്യു അത് ഒരു 60നും 100നും ഒക്കെ ഇടയിലായിട്ട് വരും. ഇനി ഒരു 120 ഐക്യു ഉണ്ടെങ്കിൽ നല്ല ബുദ്ധിശക്തിയുള്ള ആളാണ്. നിങ്ങൾക്കേവർക്കും സുപരിചിതനായ ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീന്റെ ഐക്യു എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 160 എന്നാണ്. ഇനി ചില ചെസ് ചാമ്പ്യന്മാരുടെയും മറ്റും ഐക്യു 200നും കുറച്ച് മുകളിലായിരിക്കും. ഇത്രയുമൊക്കെ മനുഷ്യന്റെ ഐക്യു വരാറുള്ളൂ. ഇനി എന്റെ ചോദ്യം ഇതാണ്: ദൈവത്തിന്റെ ഐക്യു എത്രയാണ്? അല്ലെങ്കിൽ ദൈവത്തിന്റെ ബുദ്ധിശക്തി, ഇന്റലക്ച്വൽ പവർ എന്ന് പറയുന്നത് എത്രയാണ്? ദൈവത്തിന്റെ ബുദ്ധിശക്തി അനന്തം അഥവാ ഇൻഫിനിറ്റ് ആണ്. ഇക്കാര്യം ഫിലോസഫിക്കൽ ആയിട്ട് നമുക്ക് തെളിയിക്കുവാനായിട്ട് സാധിക്കും. ഇനി ദൈവത്തിന്റെ ബുദ്ധിശക്തി മാത്രമല്ല, ദൈവത്തിന്റെ ഓരോ ഗുണവും അനന്തമാണ്. ദൈവത്തിന്റെ സ്നേഹം അനന്തമാണ്. ദൈവത്തിന്റെ നീതി അനന്തമാണ്. ദൈവത്തിന്റെ ആനന്ദം, ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ കരുണ, നന്മ, ദൈവത്തിന്റെ അറിവ്, ഇങ്ങനെ ദൈവത്തിന്റെ ഓരോ ഗുണവും, ഏത് ഗുണമെടുത്താലും അത് അനന്തം അഥവാ ഇൻഫിനിറ്റ് ആണ്. തിയോളജിയിലും ഫിലോസഫിയിലും മറ്റും ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് ഇൻഫിനിറ്റ് ബീയിങ് എന്നാണ്. അതായത് എല്ലാ ഗുണവും അനന്തമായിട്ട് ഉള്ളവൻ എന്ന് അർത്ഥം. യോഹന്നാന്റെ 1-ാം ലേഖനം 4:8 വരുമ്പോൾ നമ്മൾ വായിക്കുന്നു: ദൈവം സ്നേഹമാണ്. അതായത് സ്നേഹം ദൈവത്തിന്റെ ഗുണമാണ്, അല്ലെങ്കിൽ സ്നേഹം ദൈവത്തിന്റെ പ്രകൃതി, നേച്ചർ ആണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു,
ദൈവത്തിന്റെ ഓരോ ഗുണവും അനന്തമാണ് എന്ന്. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നതും അനന്തമാണ്. ഇനി ബൈബിളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, നീതി അതായത് ജസ്റ്റിസ് ദൈവത്തിന്റെ ഒരു ഗുണം അഥവാ പ്രകൃതി ആണ് എന്നുള്ളതാണ്. ദൈവം നീതിമാനാണ് എന്ന് വെളിപ്പെടുത്തുന്ന നിരവധി വചനങ്ങൾ ബൈബിളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ചില വചനങ്ങൾ മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഭൂമി മുഴുവന്റെയും വിധികർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ? കർത്താവ് പാറയാകുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്. അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും. നമ്മുടെ നേരെ കോപിക്കുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഒരിക്കലുമല്ല. ആണെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു ദൈവത്തിന്റെ ഓരോ ഗുണവും അനന്തമാണ് എന്ന്. അപ്പോൾ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നതും അനന്തമാണ്. ഇനി സത്യസന്ധത അഥവാ ഓണസ്റ്റി എന്ന് പറയുന്നത് എന്റെ ഒരു ഗുണം അല്ലെങ്കിൽ പ്രകൃതി ആണ്. സാധാരണഗതിയിൽ ഞാനെങ്ങനെ കള്ളത്തരങ്ങള് കാണിക്കാറില്ല. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കും. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. കാരണം സത്യസന്ധത എന്ന് പറയുന്നത് എന്റെ ഒരു ഗുണം അല്ലെങ്കിൽ പ്രകൃതി ആണ്. എങ്കിൽ തന്നെ ഞാൻ മനസ്സ് വെച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാതെ ബസ്സിൽ യാത്ര ചെയ്യുവാൻ എനിക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം. അതിനുള്ള കഴിവ് എനിക്കുണ്ട്. എന്റെ ഈ വീഡിയോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ആത്മഹത്യാ പ്രവണത അതായത് സൂയിസൈഡ് ടെൻഡൻസി ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിൽ പോലും വേണമെന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അതിന് ഒരുമ്പെടുന്നില്ല എന്ന് മാത്രം. ഇനി നമുക്ക് സ്നേഹത്തിന്റെ കാര്യം പരിഗണിക്കാം. നാം ഓരോരുത്തരിലും സ്നേഹം എന്ന ഗുണം ഓരോ പരിധികളിൽ ഉണ്ട്. ഓരോ പരിധികളിൽ സ്നേഹമെന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ നേച്ചർ ആണ്. ഇനി മദർ തെരേസയുടെ കാര്യം പരിഗണിക്കാം. നമ്മേക്കാളെല്ലാം സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് മദർ തെരേസ. സാധാരണഗതിയിൽ മദർ സ്നേഹത്തിനെതിരായ ഒരു പ്രവൃത്തി ചെയ്യാറില്ല. എങ്കിൽ പോലും മദർ മനസ്സ് വെച്ചു കഴിഞ്ഞാൽ മദറിന് സ്നേഹത്തിനെതിരായ ഒരു പ്രവൃത്തി ചെയ്യാവുന്നതേയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ കാര്യം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. തന്റെ പ്രകൃതിക്ക് അതായത് നേച്ചറിന് എതിരായിട്ടുള്ള ഒരു കാര്യം ഇച്ഛിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള കഴിവ് ദൈവത്തിന് ഇല്ല. ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് ഫിലോസഫിയിൽ നമ്മൾ അപഗ്രഥിച്ച് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. അതായത് തന്റെ പ്രകൃതിക്ക് എതിരായിട്ട് ഒരു കാര്യം ഇച്ഛിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള കഴിവ് ദൈവത്തിനില്ല. ഇക്കാര്യം ഫിലോസഫിക്കൽ ആയിട്ട് നമുക്ക് തെളിയിക്കാവുന്നതേയുള്ളൂ. നമുക്കറിയാം ഒരു ത്രികോണത്തിന് അതായത് ഒരു ട്രയാങ്കിളിന് 3 സൈഡുകൾ ആണ് ഉള്ളത്. 4 സൈഡുള്ള ഒരു ത്രികോണം വരയ്ക്കാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. കാരണം അത് യുക്തിപരമായി അസാധ്യമാണ്, ലോജിക്കലി ഇമ്പോസിബിൾ ആണ്. ഇതുപോലെയാണ് ദൈവത്തിന്റെ കാര്യം. തന്റെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ഇച്ഛിക്കാനോ പ്രവർത്തിക്കാനോ ദൈവത്തിന് സാധിക്കുകയില്ല. 4 സൈഡുള്ള ത്രികോണം വരയ്ക്കുവാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇതും. നമ്മൾ കണ്ടു സ്നേഹം ദൈവത്തിന്റെ ഒരു പ്രകൃതിയാണ് അഥവാ ഗുണം ആണ്. അതുപോലെ നീതി അതും ദൈവത്തിന്റെ ഗുണം അഥവാ പ്രകൃതിയാണ്. സ്നേഹത്തിനെതിരായി ഇച്ഛിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള കഴിവ് ദൈവത്തിനില്ല. അതുപോലെ നീതിക്ക് എതിരെ ഇച്ഛിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള കഴിവ് ദൈവത്തിനില്ല. അതായത് 4 വശങ്ങളുള്ള ഒരു ത്രികോണം വരയ്ക്കുക അസാധ്യമാണ്. ഇതുപോലെയാണ് ദൈവത്തിന്റെ കാര്യം. സ്നേഹത്തിനും നീതിക്കും എതിരായി ഇച്ഛിക്കാനോ പ്രവർത്തിക്കുവാനോ ഉള്ള കഴിവ് ദൈവത്തിനില്ല. ഇക്കാര്യം ഫിലോസഫിക്കലായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. ഗോഡ് കനോട്ട് വിൽ അഗെയിൻസ്റ്റ് ഹിസ് നേച്ചർ. ഗോഡ്സ് വിൽ ഈസ് ഓൾവേസ് സബ്ജക്റ്റഡ് ടു ഹിസ് നേച്ചർ. അതായത്
തന്റെ പ്രകൃതിക്ക് എതിരായ ഒരു കാര്യം ഇച്ഛിക്കുവാൻ ദൈവത്തിന് സാധിക്കുകയില്ല. ദൈവത്തിന്റെ ഇച്ഛ ദൈവത്തിന്റെ പ്രകൃതിക്ക് എല്ലായ്പ്പോഴും കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം സർവശക്തനാണ്, അതായത് ഒംനിപൊട്ടന്റ് ആണെന്ന് പറയുന്നത് വഴി എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവം സർവശക്തനാണ് അല്ലെങ്കിൽ ഒംനിപൊട്ടന്റ് ആണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഏത് കാര്യവും ചെയ്യുവാൻ ഉള്ള കഴിവുണ്ട് എന്ന് നമ്മൾ അർത്ഥമാക്കുന്നില്ല. അതല്ല ഒംനിപൊട്ടൻസ് അല്ലെങ്കിൽ സർവശക്തൻ എന്നുള്ളതിന്റെ നിർവചനം. ഒന്നാമതായി തന്നെ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് ദൈവത്തിനില്ല. നമുക്കറിയാം, 4 സൈഡുള്ള ഒരു ത്രികോണം വരയ്ക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല, ദൈവത്തെ കൊണ്ടും പറ്റത്തില്ല. ഇനി തന്റെ പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു കാര്യം അത് ഇച്ഛിക്കാനോ പ്രവർത്തിക്കാനോ ഉള്ള കഴിവും ദൈവത്തിനില്ല. ദൈവം സർവശക്തനാണ് അല്ലെങ്കിൽ ഒംനിപൊട്ടന്റ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്ന കാര്യം ഇതാണ്: യുക്തിക്ക് എതിരല്ലാത്തതും തന്റെ പ്രകൃതിക്ക് ഇണങ്ങുന്നതുമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ദൈവത്തിന് കഴിവുണ്ട് എന്നേയുള്ളൂ. ഒംനിപൊട്ടൻസ് അല്ലെങ്കിൽ സർവശക്തൻ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുക. യുക്തിക്ക് എതിരല്ലാത്തതും തന്റെ പ്രകൃതിക്ക് നിരക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ദൈവത്തിന് കഴിവുണ്ട്. ഇനി നമുക്ക് നീതിയുടെ ജസ്റ്റിസ് അതിന്റെ കാര്യത്തിലേക്ക് വരാം. നീതിയുടെ ഒരു നിയമം ഇതാണ്: ഒരാള് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് ആനുപാതികമായ ശിക്ഷ അയാള് സഹിക്കണം. ഇനി നമ്മുടെ രാജ്യത്തെ ഒരു ജഡ്ജിയുടെ കാര്യം നമുക്ക് പരിഗണിക്കാം. ഒരു കുറ്റവാളിയെ ഈ ജഡ്ജിയുടെ മുൻപിൽ നിർത്തി. ജഡ്ജിക്ക് വേണമെങ്കിൽ അയാളെ ശിക്ഷിക്കാതെ വെറുതെ വിടാം. പക്ഷെ അങ്ങനെ കാണിച്ചാൽ ജഡ്ജി നീതികേട് കാണിച്ചു എന്ന് വരും. എന്നാൽ ജഡ്ജിക്ക് വേണമെങ്കിൽ നീതികേട് കാണിക്കാം, അതിനുള്ള കഴിവ് ജഡ്ജിക്കുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കാര്യം അങ്ങനെയല്ല. ദൈവം തെറ്റ് ചെയ്ത ഒരാളെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടാൽ അത് നീതികേടാണ് എന്ന് വരും. എന്നാൽ നമ്മൾ കുറച്ചു മുമ്പ് കണ്ടു, ഫിലോസഫിക്കൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ തന്റെ പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു കാര്യം ഇച്ഛിക്കാനോ പ്രവർത്തിക്കുവാനോ ഉള്ള കഴിവ് ദൈവത്തിനില്ല എന്ന്. അതായത് നീതി ദൈവത്തിന്റെ പ്രകൃതിയാണ്. നീതിക്കെതിരായി എന്തെങ്കിലും ചെയ്യുവാൻ, ഇച്ഛിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ദൈവത്തിന് സാധിക്കുകയില്ല. അതിനുള്ള കഴിവ് ദൈവത്തിന് ഇല്ല. 4 സൈഡുള്ള ത്രികോണം വരയ്ക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല. അതുപോലെയാണ് ഇക്കാര്യം. ഇനി നമുക്ക് നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദത്തിന്റെയും ഹവ്വായുടെയും കാര്യത്തിലേക്ക് വരാം. ദൈവം അവരെ സൃഷ്ടിച്ചത് അന്യൂനമായ ഒരു മനുഷ്യപ്രകൃതിയോടും ദൈവിക ജീവന്റെ നിറവോടും കൂടിയാണ്. ഇക്കാരണത്താല് തങ്ങൾ മനസ്സ് വയ്ക്കുന്ന പക്ഷം ജീവിതത്തിൽ നിന്ന് ഏതൊരു പാപത്തെയും മാറ്റി നിർത്താനുള്ള കഴിവ് ആദത്തിനും ഹവ്വായിക്കും ഉണ്ടായിരുന്നു. എന്നിട്ടും അവര് വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നു ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി പാപപ്രകൃതിയുള്ളവരായി മാറി. ആദ്യ മാതാപിതാക്കൾ ചെയ്ത ഈ ആദ്യ പാപത്തിൽ അവരുടെ സന്തതി പരമ്പരയായ മനുഷ്യവംശം മുഴുവൻ പങ്കുപറ്റിയിരിക്കുന്നു. ഇക്കാരണത്താല് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് പാപപ്രകൃതി ഉള്ളവരായിട്ടാണ് മനുഷ്യ ശിശുക്കളെല്ലാം ജനിക്കുന്നത്. എന്നാൽ മനുഷ്യന് പാപപ്രകൃതി വന്നതിന് പിന്നിൽ ദൈവം ഒരു വിധത്തിലും ഉത്തരവാദിയല്ല. നമ്മൾ കുറച്ചു മുമ്പ് കണ്ടു, അതായത് നീതി ദൈവത്തിന്റെ ഗുണമാണ്, നീതിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുവാനുള്ള കഴിവ് ദൈവത്തിനില്ല. അപ്പോൾ ഇക്കാരണത്താല് മനുഷ്യന്റെ പാപത്തെ ശിക്ഷിക്കാതെ വെറുതെ വിടുക എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമാണ്. എന്നാൽ സ്നേഹം എന്ന് പറയുന്നതും ദൈവത്തിന്റെ പ്രകൃതി അഥവാ ഗുണം ആണ്. ദൈവത്തിന്റെ സ്നേഹം അനന്തമാണ്. ഈ സ്നേഹത്തിനെതിരായി പ്രവർത്തിക്കുക എന്നതും ദൈവത്തെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് തന്റെ നീതിക്കും സ്നേഹത്തിനും നിരക്കുന്ന രീതിയിലെ മനുഷ്യപാപങ്ങളുടെ കാര്യത്തിൽ ദൈവത്തിന് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. നമ്മുടെ രാജ്യത്തെ ഒരു കോടതി, ആ കോടതിയിലെ ജഡ്ജിയുടെ കാര്യം എടുക്കുക. ഒരാള് ഒരു കുറ്റകൃത്യം ചെയ്തു, അയാളെ ജഡ്ജിയുടെ മുൻപിൽ കോടതിയിൽ നിർത്തി. ഒരു 10,000 രൂപ പിഴയർഹിക്കുന്ന കുറ്റമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. ജഡ്ജിക്ക് വേണമെങ്കിൽ അയാളെ ശിക്ഷിക്കാതെ വെറുതെ വിടാം. അങ്ങനെ ചെയ്താൽ
ജഡ്ജി കാണിക്കുന്നത് നീതികേടാണ്. നീതിക്കെതിരായി ജഡ്ജി പ്രവർത്തിക്കുന്നു. ഇനി ജഡ്ജിക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ ഈ കുറ്റവാളിക്ക് 10,000 രൂപ പിഴ വിധിക്കുക. അങ്ങനെ വരുമ്പോൾ നീതിയുടെ പ്രശ്നം തീർന്നു. ഇനി കോടതിയുടെ സമയം കഴിഞ്ഞു, ജഡ്ജി വെളിയിൽ വന്നു, അതുപോലെ കുറ്റവാളിയും പുറത്തു വന്നു. ജഡ്ജി ജോലി ചെയ്തുണ്ടാക്കിയ ശമ്പളം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. അതിൽ നിന്ന് ഒരു 10,000 രൂപ എടുത്ത് ഈ കുറ്റവാളിക്ക് കൊടുത്ത് പിഴയടയ്ക്കാൻ അയാളെ വേണമെങ്കിൽ ജഡ്ജിക്ക് സഹായിക്കാം. ജഡ്ജി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജഡ്ജി വളരെ സ്നേഹമുള്ളവനും ആണെന്ന് വരുന്നു. അപ്പോൾ നിങ്ങൾ കാണുക, ഇവിടെ ജഡ്ജി തന്റെ സ്നേഹത്തിനും നീതിക്കും നിരക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ മനുഷ്യപാപത്തിന്റെ കാര്യത്തിൽ ദൈവത്തിനും ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അതായത് തന്റെ നീതിക്കും സ്നേഹത്തിനും നിരക്കുന്ന രീതിയിൽ. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലൂടെയും ക്രിസ്തുവിന്റെ കുരിശ് മരണത്തിലൂടെയും ദൈവം ചെയ്തത് ഇതാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഇനിയും കൂടുതൽ വീഡിയോകൾ നൽകുന്നതായിരിക്കും. നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.